ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഏറ്റവും രുചികരമായിട്ടുള്ള വഴുതനങ്ങ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വഴുതനങ്ങ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒന്ന് മുറിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിലധികം ഇതിൻ്റെ ഉള്ളിലെ വിത്ത് അധികം മൂത്തിട്ടില്ല, അത് കാരണം നമ്മൾ ഒരുപാട് അതിൻ്റെ ഉള്ളിലത്തെ കളയുന്നില്ല. ഇങ്ങനെ ചെറുതായിട്ട് മാത്രം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ വരുന്ന പോലെയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഈ 3 വഴുതനങ്ങയും അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇവിടെ അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിനൊരു കറയുണ്ട്, ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വഴുതനങ്ങയിലേക്ക് ആവശ്യമായ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണിത്. ഒരു സബോളയെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു തക്കാളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി നടുക്കെ കീറിയത്, അതുപോലെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു 5 പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്, ചുവന്ന മുളക് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിനെ നടുകെ പിളർത്തിയത്, കുറച്ച് കറിവേപ്പില, ഇത്രയുമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ അടുപ്പത്തേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം അതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ സവാള, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം മസാല ചേർക്കാൻ. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചുവന്ന മുളകിൻ്റെ പൊടി ചേർക്കുന്നില്ല, പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ചൂടായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയാണ്, ഫ്രഷായി പൊടിച്ചെടുത്ത ഗരം മസാലയാണ്, അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് മൂടി തുറന്നിട്ട് നോക്കാം. വഴുതനങ്ങ വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ഒരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്, മസാലയുടെയൊക്കെ ഒരു സ്മെല്ലാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണ് കേട്ടോ ഈ വഴുതനങ്ങ റോസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ചപ്പാത്തിക്കോ അല്ലെങ്കിൽ അപ്പത്തിനോ ഒക്കെ കൂടെ നമുക്ക് ചേർത്ത് കഴിക്കാവുന്ന ഒന്നാണിത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ആദ്യം നമ്മളിതിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണല്ലോ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം പച്ച വെളിച്ചെണ്ണ നമുക്ക് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് മൂടി വയ്ക്കാം.
അപ്പോൾ നമ്മുടെ വഴുതനങ്ങ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും വെറൈറ്റി വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.